ഹലോ വ്യൂവേഴ്സ്, ഇന്ന് വേർബിൻ്റെ ടെൻസസ് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻഫിനിറ്റീവ് ടു, റൂട്ട് അല്ലെങ്കിൽ ബേസ് ഫോം, പ്രസൻറ്റ് പാർട്ടിസിപ്പിളും പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് പറഞ്ഞത് അല്ലേ. ഇനി പ്രസൻറ്റ് ടെൻസ് ട്രൂത്ത് അല്ലെങ്കിൽ ഫാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യണം. സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഇനി പാസ്റ്റ് ആണെങ്കിലോ, കഴിഞ്ഞ കാര്യം, മൈ മദർ സ്കോൾഡഡ് മീ. കഴിഞ്ഞ കാര്യമാണ് അവിടെ സ്കോൾഡഡ് വന്നത്. ഫ്യൂച്ചർ ആകുമ്പോഴോ വില്ല് വേണം. ഐ വിൽ ഗോ ഹോം ടുമാറോ. വിൽ ഗോ ആണ് അവിടെ ഫ്യൂച്ചർ ടെൻസ് കാണിക്കുന്നത്. അപ്പം നമ്മൾ റൈറ്റിൻ്റെ ആകുമ്പോൾ പ്രസൻറ്റ് ടെൻസ് എന്തായിരുന്നു? റൈറ്റും റൈറ്റ്സും. റൈറ്റ് എന്നുള്ളത് പ്ലൂറലും റൈറ്റ്സ് എന്നുള്ളത് സിംഗുലറുമാണ്. പാസ്റ്റ് ആകുമ്പോഴോ റോട്ട്. ഫ്യൂച്ചർ ആകുമ്പോൾ വിൽ റൈറ്റ്. ഇനിയുള്ളത് കണ്ടിന്യൂസ് ടെൻസ്, പെർഫെക്റ്റ് ടെൻസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇതിന് ഒരു ഫോർമുല പറഞ്ഞുതരാം എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത്. കണ്ടിന്യൂസ് ടെൻസ് ആകുമ്പോൾ ടു ബി ഫോം പ്ലസ് പ്രസൻറ്റ് പാർട്ടിസിപ്പിളാണ്. ടു ബി ഫോം ഏതൊക്കെയായിരുന്നു? ആം, ഈസ്, വാസ്, ആർ, വേർ. ഇതിൻ്റെ കൂടെ ING ഫോമാണ് ചേർക്കേണ്ടത്. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആകുമ്പോൾ ഹീ ഈസ് റൈറ്റിംഗ്. അവിടെ ദേ ആണെങ്കിലോ ദേ ആർ റൈറ്റിംഗ്. പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ ഹീ വാസ് റൈറ്റിംഗ്. ഫ്യൂച്ചർ ആകുമ്പോൾ ഹീ വിൽ ബി റൈറ്റിംഗ്. അതാണ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോർമുല. ഏതായിരുന്നു? ടു ബി ഫോം പ്ലസ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫോർമുല. ഈ പെർഫെക്റ്റ് ടെൻസ് ടു ഹാവ് ഫോം പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. ടു ഹാവ് ഫോംസ് ഏതൊക്കെയായിരുന്നു? ഹാസും ഹാവും ഹാഡും. ഹാസ് സിംഗുലറും ഹാവ് പ്ലൂറലും. അപ്പോൾ ഹീ ഹാസ് റിട്ടൺ പ്രസൻറ്റ് ടെൻസിൽ. അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ഹീ ഹാഡ് റിട്ടൺ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഫ്യൂച്ചർ ആണെങ്കിലോ ഹീ വിൽ ഹാവ് റിട്ടൺ. അതാണ് പെർഫെക്റ്റ് ടെൻസ് എഴുതാനുള്ള ഫോർമുല. ടു ഹാവ് ഫോം പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇനി പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എഴുതാനായിട്ട് ടു ഹാവ് പ്ലസ് ബീൻ പ്ലസ് പ്രസൻറ്റ് പാർട്ടിസിപ്പിളാണ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോർമുല. ഹീ ഹാസ് ബീൻ റൈറ്റിംഗ്. ഹീ ഹാഡ് ബീൻ റൈറ്റിംഗ്. ഹീ വിൽ ഹാവ് ബീൻ റൈറ്റിംഗ്. ഇതാണ് പ്രസൻറ്റും പാസ്റ്റും ഫ്യൂച്ചർ ടെൻസും വരുന്നത്. അപ്പം നമ്മൾ ഏതൊക്കെയായിരുന്നു ഫോർമുല പഠിച്ചത്? കണ്ടിന്യൂസ് ടെൻസ് ആകുമ്പോൾ ടു ബി ഫോം പ്ലസ് പ്രസൻറ്റ് പാർട്ടിസിപ്പിളും, പെർഫെക്റ്റ് ടെൻസ് ആകുമ്പോൾ ടു ഹാവ് ഫോം പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിളും, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആകുമ്പോൾ ടു ഹാവ് പ്ലസ് ബീൻ പ്ലസ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. ഈ പെർഫെക്റ്റ് ടെൻസ് എപ്പോഴാണ് യൂസ് ചെയ്യുക? അപ്പോൾ ഒരു കാര്യം പാസ്റ്റിൽ തുടങ്ങിയിട്ട് പ്രസൻറ്റിലും ഉണ്ട്, ഇനിയും അത് സംഭവിക്കും. അങ്ങനെയുള്ള ഇൻസ്റ്റൻസ്. ഇപ്പോൾ ഐ ഹാവ് ട്രാവൽഡ് എ ലോങ് വേ. ഐ ഹാവ് ട്രാവൽഡ് എന്ന് വെച്ചാൽ നിർത്തിയില്ല ട്രാവലിങ്. അപ്പോഴാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുക. ഐ ഹാഡ് ട്രാവൽഡ് എ ലോങ് വേ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, ഇനി ട്രാവൽ ചെയ്യുന്നില്ല എന്നുള്ള അർത്ഥമാണ് അവിടെ പാസ്റ്റ് ആകുമ്പോൾ വരിക. അപ്പോൾ ഈ പെർഫെക്റ്റ് ടെൻസ് ആ ഒരു സർക്കംസ്റ്റാൻസസിൽ മാത്രമാണ് യൂസ് ചെയ്യുക. ഈ കണ്ടിന്യൂസ് ടെൻസ് എപ്പോഴാണ് യൂസ് ചെയ്യുക? അപ്പോൾ ഒരു കാര്യം നടക്കുമ്പോൾ, അതായത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറെന്തെങ്കിലും നടന്നു എന്ന് പറയുമ്പോൾ, ഐ വാസ് കുക്കിംഗ് വെൻ ഐ ഹേർഡ് ദ ഡോർ ബെൽ റിങ്. അപ്പോൾ ഐ വാസ് കുക്കിംഗ്, ഞാൻ അവിടെ കുക്ക് ചെയ്യുകയായിരുന്നു. അങ്ങനെയുള്ള ഒരു ആക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമ്പോൾ മാത്രമാണ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഈ വേർബിന് ടെൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഹീ ഹാസ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. അവിടെ ഹാസും ബീനും റൈറ്റിങ്ങും വേർബാണ്. അപ്പോൾ ഇതിലെങ്ങനെയാണ് നമ്മൾ ടെൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക? എത്ര വേർബ് ഉണ്ടെങ്കിലും ഫസ്റ്റ് വേർബിലാണ് നമ്മൾ ടെൻസ് നോക്കുകയുള്ളൂ. അപ്പോൾ ഹീ ഹാസ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ എന്ന് പറയുമ്പോൾ ഹാസ് അവിടെ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ അവിടെ അതുകൊണ്ടാണ് അത് പ്രസൻറ്റ് ടെൻസ് ആവുന്നത്. ബീനും റൈറ്റിങ്ങും ഒക്കെ അവിടെ പാസ്റ്റ് പാർട്ടിസിപ്പിളും പ്രസൻറ്റ് പാർട്ടിസിപ്പിളും മാത്രമേ ആവുന്നുള്ളൂ, അത് വേർബ് ആവുന്നില്ല. ദേ ഹാഡ് വാക്ക്ഡ് എ ലോങ് വേ. ഹാഡ് വാക്ക്ഡ് എന്ന് പറയുമ്പോൾ അവിടെ ഹാഡ് എന്നുള്ള പാസ്റ്റ് ടെൻസ് ആണ്. അതുകൊണ്ടാണ് അത് പാസ്റ്റ് ടെൻസ് ആയിട്ട് ആ സെൻറ്റൻസ് കൺസിഡർ ചെയ്യുക. ഹീ ഹാസ് വാക്ക്ഡ് എ ലോങ് വേ. അങ്ങനെയാണെങ്കിലോ അവിടെ ഹാസ് ആണ് അവിടെ നോക്കുന്നത്. രണ്ടിടത്തും വാക്ക്ഡ് വന്നാലും അത് പാസ്റ്റ് പാർട്ടിസിപ്പിളായിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഈ ടെൻസൊക്കെ നമ്മൾ ആക്റ്റീവ് വോയിസിലാണ് പറഞ്ഞത്. ഇനി പാസീവ് വോയിസിൽ എങ്ങനെയാണ് ഈ ടെൻസ് മാറ്റുക എന്ന് നോക്കാം. അപ്പോൾ സിമ്പിൾ ആക്റ്റീവ് വോയിസിലാകുമ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഹീ റൈറ്റ്സ് എ ലെറ്റർ. അത്
പാസീവ് വോയിസിലാക്കുമ്പോൾ അവിടെ എപ്പോഴും പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരണം. എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ ഹിം. ഈസ് റിട്ടൺ. പാസ്റ്റ് ആകുമ്പോഴോ വാസ് റിട്ടൺ. ഫ്യൂച്ചർ ആകുമ്പോൾ വിൽ ബി റിട്ടൺ. ആ രീതിയിലാണ് പാസീവ് വോയിസിൽ ടെൻസ് മാറ്റുക. ഇനി ആക്റ്റീവ് വോയിസിലുള്ള കണ്ടിന്യൂസ് ടെൻസ് എന്താ? ഹീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ഇത് പാസീവ് വോയിസിലാവുമ്പോഴോ എ ലെറ്റർ ഈസ് ബീയിങ് റിട്ടൺ. ബീയിങ് റിട്ടൺ ആണ് അവിടെ യൂസ് ചെയ്യുക. എ ലെറ്റർ വാസ് ബീയിങ് റിട്ടൺ. എ ലെറ്റർ വിൽ ബി ബീയിങ് റിട്ടൺ എന്നുള്ളതാണ് അവിടെ ടെൻസിൽ, കണ്ടിന്യൂസ് ടെൻസിൽ പാസീവ് വോയിസിൽ വരിക. ഇനി പെർഫെക്റ്റ് ടെൻസ് ആയത്, അതായത് ടു ഹാവ് ഫോം പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ പറഞ്ഞു. ഹി ഹാസ് റിട്ടൺ എ ലെറ്റർ. അത് ആക്റ്റീവ് വോയിസിലാണ്. പാസീവ് വോയിസിലാവുമ്പോഴോ ലെറ്റർ ഹാസ് ബീൻ റിട്ടൺ. ഹാസ് ബീൻ ആണ് അവിടെ വരിക. പാസ്റ്റ് ആണെങ്കിലോ ഹാഡ് ബീൻ. ഫ്യൂച്ചർ ആകുമ്പോൾ വിൽ ഹാവ് ബീൻ. അങ്ങനെയാണ് അവിടെ പാസീവ് വോയിസിലോട്ട് നമ്മൾ മാറ്റേണ്ടത്. പാസീവ് വോയിസിൽ എപ്പോഴും പാസ്റ്റ് പാർട്ടിസിപ്പിളേ വരുള്ളൂ. ബൈ എന്നുള്ളൊരു അർത്ഥം അവിടെ ഉണ്ടാവും. പക്ഷേ നമ്മളവിടെ ബൈ യൂസ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. റിട്ടൺ ബൈ ഹിം എന്നവിടെ യൂസ് ചെയ്തില്ലെങ്കിലും അണ്ടർസ്റ്റുഡ് ആണത്, പാസീവ് വോയിസ് ആണത്. അപ്പോൾ ഇങ്ങനെയാണ് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. Hope you all understood this session. Please subscribe and follow this channel.